യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് നാടൊന്നാകെ. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഈ തീവ്ര ശ്രമത്തിന് പിന്തുണയുമായി എത്തിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ പ്രതീക്ഷകൾ ഏറെ നൽകുന്നുണ്ട്. ഇതിനായി കാന്തപുരവും ചാണ്ടിയുമ്മൻ MLA-യും സംസ്ഥാന സർക്കാരും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും കൈകോർക്കുന്നത് മനുഷ്യത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. നിമിഷപ്രിയ എന്ന നേഴ്സ് യമൻ പൗരനെ അതിക്രൂരമായി കൊല ചെയ്തുവെന്നത് കടുത്ത തെറ്റാണെന്ന വസ്തുത നിലനിൽക്കുമ്പോഴും അവരെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും വികാരമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ യമൻ ഭരണകൂടം ഉത്തരവിട്ടു കഴിഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ടിരുന്ന നിമിഷപ്രിയയുടെയും അവരുടെ ബന്ധുക്കളുടെയും ജീവിതത്തിൽ നേരിയൊരു പ്രകാശമാണ് കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ ഉണ്ടായത്. കാന്തപുരം നടത്തിയ ഇടപെടൽ വിജയം കാണുമോ ഇല്ലയോ എന്നൊന്നും വ്യക്തമല്ല. എന്നാൽ താൽക്കാലികമായൊരു വിജയം ഉണ്ടായിരിക്കുന്നുവെന്ന് വ്യക്തം. നിമിഷപ്രിയയുടെ മോചനത്തിനായി അവരുടെ അമ്മ മുട്ടാത്ത വാതിലുകളില്ല. 2018 നിമിഷപ്രിയയെ യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ജയിലിൽ അടക്കപ്പെട്ടത് മുതൽ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കൾ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയതോടെ വിധി പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറായില്ല. ബിസിനസ് പങ്കാളിയായ തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരനെ 2017 നിമിഷപ്രിയയും കൂട്ടാളിയും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. മൃതദേഹം ഒളിപ്പിക്കുന്നതിനായി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു വെക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലാവുകയുമായിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകി നിമിഷയെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ ദിവസമാണ് നിമിഷപ്രിയയെ തൂക്കിലേറ്റാനുള്ള നിർദ്ദേശമുണ്ടാവുന്നത്. ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കാനായിരുന്നു കോടതി നിർദ്ദേശം. വിധി നടപ്പാക്കാനായി സർക്കാർ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് നിമിഷപ്രിയ കേസ് വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയായത്. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത യമനിൽ രാഷ്ട്രീയ ഇടപെടൽ അസാധ്യമായിരുന്ന ഘട്ടത്തിലാണ് മതപണ്ഡിതനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. തന്റെ ദീർഘകാലമായുള്ള സുഹൃത്തും യമനി സൂഫി ഇസ്ലാമിക് പണ്ഡിതനുമായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസിനെ ഇതിനായി കാന്തപുരം ബന്ധപ്പെട്ടു. സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ മാത്രം ബന്ധമുള്ള പണ്ഡിതനാണ് ഹഫീസ്. ഉന്നത ഇടപെടലുണ്ടായതോടെ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബവും മറ്റ് ജനപ്രതിനിധികളും യമൻ ഭരണകൂടവും യോഗം ചേരുകയും വിഷയം ചർച്ച ചെയ്യുകയുമായിരുന്നു. ഇതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലം മാറ്റിവെക്കുന്നതിന് തീരുമാനമുണ്ടാകുന്നത്. കാന്തപുരത്തിന് വിധിപ്പകർപ്പ് അധികൃതർ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് താൻ നിമിഷപ്രിയയുടെ കേസിൽ ഇടപെട്ടതെന്നായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം. കാന്തപുരത്തിന്റെ ഇടപെടൽ ലക്ഷ്യം കണ്ടതോടെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പ്രമുഖർ രംഗത്തെത്തി. തങ്ങളാണ് യഥാർത്ഥ ദൈവദൂതൻ, മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിൽ എത്തിയിരിക്കുന്നു എന്നിങ്ങനെ കാന്തപുരത്തെ അഭിനന്ദിച്ചുള്ള നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. വാർത്താ മാധ്യമങ്ങളിലെ ഇന്നത്തെ താരം കാന്തപുരം തന്നെയാണ്. ഇതിനൊപ്പം ചാണ്ടിയുമ്മൻ MLA-യും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിയും വലിയ ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിൽ ഇടപെടുന്നതിനായി പ്രധാനമന്ത്രിക്ക് പലതവണ കത്തെഴുതിയിട്ടുമുണ്ട്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല. ഈ ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് ചാണ്ടിയുമ്മനും തുടരുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം കനിഞ്ഞാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. ഇതിനായുള്ള കൂട്ടായ ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. ഇതിനിടയിൽ ഈ കാര്യത്തിലുള്ള ക്രെഡിറ്റ് ആർക്കാണെന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ നിന്നുയരുന്നുണ്ട്. ഇത്തരം കുത്തിത്തിരിപ്പുകൾ മലയാളികൾക്ക് അഭിമാനം നൽകുന്നതല്ല. റിയൽ കേരള സ്റ്റോറിയെ താറടിക്കുന്നവർക്ക് പല ദുരുദ്ദേശങ്ങളുമുണ്ട്. നിമിഷപ്രിയ ഇപ്പോഴും തൂക്കുകയറിന് മുൻപിൽ തന്നെയാണ്. അവരെ രക്ഷപ്പെടുത്തുക എന്നതാണ് കേരളത്തിന്റെ ലക്ഷ്യം. ഹൂതികൾ വംശീയ കലാപം നടത്തി അധികാരം പിടിച്ചെടുത്ത രാജ്യമാണ് യമൻ. അവിടുത്തെ ഭരണകൂടം പേരിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന് നയതന്ത്ര ബന്ധത്തിലൂടെ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. കാന്തപുരത്തിനെ പോലുള്ള ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളുമായി ബന്ധമുള്ള മതപണ്ഡിതന്മാർക്ക് നിലവിൽ എന്തെങ്കിലും ചെയ്യാനാകൂ.
അതിനായി ഒരേ മനസ്സോടെ പിന്തുണയ്ക്കുകയാണ് മലയാളികൾ ചെയ്യേണ്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന അനാവശ്യ ചർച്ചകൾ മാറ്റി നിർത്തി വിവേകത്തോടെയുള്ള ചർച്ചകളും ചിന്തകളുമാണ് ഉണ്ടാകേണ്ടത്.